Vanakkam India. Isaac, where are we going? Malaysia! Where in Malaysia? Subaru. Subaru. Subaru is a car, Isaac. Which place are we going? Desaru. ഏത് പാതിരാത്രിക്കാണെങ്കിലും നമുക്കെന്നൊരു ട്രിപ്പ് പോയാലോ എന്ന് പറഞ്ഞാൽ യെസ് ഐ എം ഇൻ ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ടീംസാണ് കേട്ടോ ഞാനും ക്രിസ്റ്റനും. എന്തോ ഭാഗ്യത്തിന് എസക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ എസക്കാണെങ്കിൽ നേരത്തെ തന്നെ അവൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഈ ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നമ്മൾ ഭയങ്കര ദൂരോട്ടൊന്നും അല്ല പോകുന്നത്. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ. വി ആർ ഗോയിങ് ടു ദെസാറു ഒരു 1.5 hours ജേർണി മാത്രമേ ഉള്ളൂ കേട്ടോ, ബൈ റോഡ് സിംഗപ്പൂരിൽ നിന്ന്. സോ ഞങ്ങളെന്താ പറയുക, നമ്മൾ വലുതാണോ ചെറുതാണോ ട്രിപ്പ് എന്നുള്ളതിലല്ലല്ലോ. ഇപ്പം നമുക്ക് ഒരു ഭയങ്കര നിയർ ആയിട്ടുള്ള പ്ലേസിൽ പോകുകയാണെങ്കിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞങ്ങൾക്ക്. അതും പേസിക്കും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവനും നമ്മുടെ ടീമിലെ ഒരു മെമ്പറായി. എന്താ പറയുക, ഈ ജസ്റ്റ് ജോയിൻ ടു ആ ഗാങ്, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. ദെസാറു ഇസ് ഇൻ മലേഷ്യ. സോ അതൊരു വേറെ കൺട്രി ആയതുകൊണ്ട് തന്നെ ബൈ റോഡ് നമ്മൾ എൻ്റർ ചെയ്യുമ്പം ഫസ്റ്റ് വി ഷുഡ് ക്രോസ് സിംഗപ്പൂർ ചെക്ക് പോയിൻറ്റ്. പിന്നെ അവിടെ നമ്മുടെ പാസ്പോർട്ട്സൊക്കെ വെരിഫൈ ചെയ്ത് പിന്നെ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ വീണ്ടും മലേഷ്യ ചെക്ക് പോയിൻറ്റിൽ വന്ന് അവിടുന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് മലേഷ്യയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. Malaysia Desaru. Malaysia Desaru. Malaysia Desaru. എസക്കിന് ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് കേട്ടോ, ഒറ്റയ്ക്ക് പാട്ടൊക്കെ ഉണ്ടാക്കി ട്യൂണൊക്കെ ഇട്ട് പാടുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ നല്ല രസമല്ല കേൾക്കാൻ. സോ ഞങ്ങളും കുറച്ചങ്ങ് എൻകറേജ് ചെയ്ത് വിടും കേട്ടോ. പുള്ളിക്കാരനാണെങ്കിൽ സ്നാക്സൊക്കെ എടുത്ത് മെല്ലെ ഡിസ്ട്രിബ്യൂഷനൊക്കെ തുടങ്ങി കേട്ടോ, ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ, ഫുഡ് അടി. എസക്കിൻ്റെയും പ്ലാൻ അതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം പുള്ളി ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കെൻ വി ഗോ ടു എ ഷോപ്പ് എന്നൊക്കെ. അപ്പം ഞങ്ങളാണെങ്കിൽ റിവ്യൂസൊക്കെ കുഴപ്പമില്ലാത്തൊരു നല്ല ഷോപ്പ് നോക്കി കണ്ടുപിടിച്ച് മന്തി കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഞാനാണെങ്കിൽ മന്തിയെ ശരണമെന്ന് പറഞ്ഞാൽ വന്ന് മലേഷ്യയിലേക്ക്. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. സിംഗപ്പൂരിൽ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇസ് ലൈക്ക് സൂപ്പർ എക്സ്പെൻസീവ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഓർ കേരള ഫുഡ് ഓർ ആരബ് ഫുഡ് ആൻഡ് ഓൾ ഇറ്റ്സ് ലൈക്ക് വെരി എക്സ്പെൻസീവ് ദേ കമ്പയർ ടു മലേഷ്യ. സോ ഇവിടെ ഇങ്ങനെ വീക്കെൻഡ്സ് ഒക്കെ വന്ന് ചില്ല് ചെയ്ത് ഫുഡൊക്കെ അടിച്ച് തിരിച്ചു പോകാൻ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. സോ ഞങ്ങളങ്ങനെ മട്ടൻ മന്തി പിന്നെ ചിക്കൻ മന്തി ആൻഡ് ഓൾസോ ആർ വെരി ഫേമസ് ആരബ് മിൻറ്റ് ടീ ഓർഡർ ചെയ്തു കേട്ടോ. എൻ്റെയും ക്രിസ്റ്റൻ്റെയും ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ നമ്മുടെ മിൻറ്റ് ടീ എന്ന് പറയുന്നത്. എസക്കിന് വേണ്ടി ഗ്ലാസ്സൊക്കെ അവിടെ കൊണ്ട് വെച്ചെങ്കിലും എസക്ക് അത് കുടിച്ചില്ല. പിന്നെ എസക്കിനാണെങ്കിൽ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്താണ് പുള്ളി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. വീട്ടിൽ കൊടുക്കാത്ത സാധനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് കിട്ടുമോ എന്നുള്ള വിചാരത്തിലാണ് നമ്മുടെ അടുത്ത് ഫ്രൈസൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ വൺസ് ഇൻ എ വൈൽ ഞങ്ങൾ അലൗ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് എൻ്റെ മട്ടൻ മന്തിയിലെ മട്ടൻ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എസക്കാണെങ്കിൽ മെല്ലെ അതിൻ്റെ കൂടെ വന്ന സൂപ്പൊക്കെ മെല്ലെ ഇട്ട് മെയിൻ പരിപാടിയാണല്ലോ, ടോഡ്ലേഴ്സ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവുമല്ലോ. So much. Nice. ട്രിപ്പ് ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരു കൊച്ചിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളിത് പറഞ്ഞ് കുറേ ചിരിച്ചു കേട്ടോ. പുള്ളിക്ക് അകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും വെക്കേഷൻ ആണോ ഗ്ലാസ്സസ് വേണം, നിർബന്ധമാണ്. കുനാഫ ഓർഡർ ചെയ്യണം കഴിക്കണം എന്നൊക്കെയുള്ള പ്ലാനിലൊക്കെയാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ ഇത്രയും ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വയറ് ഭയങ്കര ഫുള്ളായി. പിന്നെ ഒട്ടും സ്പേസ് ഇല്ലാണ്ടായിപ്പോയി. എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേറൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ചും കൂടി സ്പേസ് ഉള്ളപ്പം എക്സ്പ്ലോർ ചെയ്യാതെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ലക്ഷ്യം നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ, ഫുഡ് അടിയാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെയും ഞങ്ങളിങ്ങനെ ഓർക്കണം കേട്ടോ, ഇനിയിപ്പം നമ്മൾ ഏത് ഷോപ്പിലേക്കാണ് പോവുക എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ആലോചിച്ച് തപ്പി ഓക്കെ ദാറ്റ്സ് എ ഗുഡ് കഫേ ലെറ്റ്സ് ഗോ ദേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
So this is Belly Good Cafe and I would recommend this cafe to anybody who's going to Malaysia. So നിങ്ങൾ എവിടെ മലേഷ്യയിൽ എവിടെ പോവാണെങ്കിലും so this is in JB. So it's a very cozy, clean and comfortable place to go. So ഇവിടെ all varieties of food ഉണ്ട്. Malaysian food ഉണ്ട്, Vietnamese food ഉണ്ട്. നമ്മുടെ Vietnamese egg coffee ഒക്കെ ഉണ്ടല്ലോ. So I saw that in the menu. So yeah. So we ordered coffee. So ചില കഫേസിൽ എന്ന് പറഞ്ഞാൽ ഡിക്കോക്ഷൻ വിൽ ബി ടു മച്ച് ആൻഡ് ദെൻ ഇറ്റ്സ് വിൽ ബി നോട്ട് വെരി പ്ലെസൻറ്റ്. സോ ഇവിടെ അത് ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ എനിക്ക് ചിക്കൻ ചോപ്പൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഐ ഓർഡർ ദാറ്റ്. ആൻഡ് ദെൻ എസക്ക് ആണെങ്കിൽ ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ ഓർഡർ ചെയ്തു ആൻഡ് ഹീ ലൈക്ക് ദ ഫുഡ്. അങ്ങനെ വി സ്പെൻഡ് ഗുഡ് ടൈം ദർ. ആൻഡ് ദെൻ എസക്ക് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ജെന്വൻ ആയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരും കേട്ടോ. നമ്മളെവിടെ പോയാലും ഇഫ് യു റിയലി ലൈക്ക് ഇറ്റ് ആൻഡ് വാട്ട് കുഡ് ബി ബെറ്റർ അങ്ങനെയൊക്കെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ അവൻ തരും കേട്ടോ. സോ ഇവിടെ പുള്ളിക്ക് ശരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളീൻ്റെ ഈ റിയാക്ഷൻ കണ്ടോ നിങ്ങൾ. അങ്ങനെ ക്രിസ്റ്റൻ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു മലേഷ്യൻ ഫുഡിൻ്റെ ഒക്കെ ഒരു ഇച്ചിരി ഫാനാണ് കേട്ടോ. സോ അവിടെ നിന്ന് ക്രിസ്റ്റൻ ഓർഡർ ചെയ്തത് നമ്മുടെ നാസി ലമാക്കാണ്. സോ ഞാൻ അത്ര ഒരു ഫാനല്ല, അതുകൊണ്ട് ഞാനാണെങ്കിൽ ചിക്കൻ ചോപ്പൊക്കെയാണ് പറഞ്ഞത്. എസക്കാണെങ്കിൽ കുറച്ച് നേരമായിട്ട് അടുത്തിരിക്കുന്ന ടേബിളിലുള്ളവർ TV കാണുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് നമ്മൾ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നെയ്ബേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവനിങ്ങനെ പീപ്പ് ചെയ്തെന്ന് കാണുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അവൻ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് നേരം കൊണ്ട് ഇരുന്ന് വരച്ചതാണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് അവിടുത്തെ ഫുഡും ലൊക്കാലിറ്റിയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഞങ്ങൾ അന്ന് അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പം ഞങ്ങൾ റീസെൻ്റ്ലി കണ്ടുപിടിച്ചൊരു കാര്യമാണ് കേട്ടോ. എസക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് കെൻ വി ഗോ ടു മലേഷ്യ അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. ഈ ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് അവിടെ നിൽക്കുന്നതിനാണ് അവൻ ഈ മലേഷ്യൻ എക്സ്പീരിയൻസ് ആയിട്ട് റെഫർ ചെയ്യുന്നത് കേട്ടോ. എന്തിനാ എങ്ങോട്ട് പോവാ? കടയിലാ പോന്നെ? കടയിൽ എന്തിനാ പോന്നെ? വിശക്കുവാണോ? വിശക്കുന്നോണ്ട് ഫുഡ് കഴിക്കാൻ പോവാണോ? എന്ത് ഫുഡാ വേണ്ട എസക്കിന്? എന്റെ ഫുഡ് നൂഡിൽസോ? നൂഡിൽസ് ഹെൽത്തി അല്ലാന്ന് അറിയില്ല ചിക്കന്. മലയാളത്തിൽ പറയണോ? എന്റെ ഹെൽത്തി നൂഡിൽസ് ഹെൽത്തി ആണോ? ഓക്കെ ഓക്കെ ആണോ? എസക്കിന്റെ വീട് എവിടെയാ? എസക്കിന്റെ വീട് എവിടെയാ? വീട് ഇവിടെ അല്ലല്ലോ. എസക്കിന്റെ വീട് എവിടെയാ? ചേഞ്ച് ചെയ്തോ ഹൗസ്? എങ്ങോട്ട്? ഇങ്ങോട്ടേക്കോ? നമ്മളിവിടെ വെറുതെ ടൂർ വന്നല്ലേ. നമ്മുടെ ശരിക്കും വീട് എവിടെയാ? സിംഗപ്പൂരിലാ. എസക്കിന് സിംഗപ്പൂർ ആണോ ഇപ്പൊ JBയിൽ വന്ന് JBയിലാണോ ഇഷ്ടം? ഫുഡ് വേണോ? എസക്കിന് ഇപ്പൊ മലയാളം പറയാൻ ഇഷ്ടാണോ? അത് സാരല്ല, അപ്പൊ അമ്മയെ ഹെൽപ്പ് ചെയ്തോളാം. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പാക്ക് ചെയ്യുമ്പം കുറച്ച് എക്സ്ട്രാ പാക്ക് ചെയ്യും കേട്ടോ. കാരണം റോഡ് ട്രിപ്പും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ പ്ലാൻസ് മാറ്റി പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ ലഗേജ് എപ്പോഴും ഞാൻ സേഫായിട്ട് വെക്കും കേട്ടോ. ക്രിസ്റ്റൻ അതിൽ അത്ര ഹാപ്പി അല്ല. ക്രിസ്റ്റൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാം ഞാൻ ഓവർ പാക്ക് ചെയ്യാണെന്ന് കേട്ടോ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹി വുഡ് ഓൾവേസ് താങ്ക് മീ. സോ ഈവനിങ് 6:37 ഒക്കെ ആയിട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു അത്. എസക്കിന് വിശപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടത്തായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ച് വാക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നേ. അപ്പം സ്ട്രീറ്റ്സൊക്കെ ഇങ്ങനെ ലൈവായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു നൈറ്റ് ടൈമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ബട്ട് ദെൻ എന്തോ ഒരു മാജിക് ഉണ്ട് കേട്ടോ പ്ലേസിന്. ഇറ്റ് വാസ് സോ ഗുഡ്. ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ്സും ഷോപ്സും ഒക്കെ ആയിട്ട് ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. ദിസ് റെസ്റ്റോറൻറ്റ് ഇസ് വണക്കം ഇന്ത്യ ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് റെസ്റ്റോറൻറ്റ്. ആംബിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. എനിക്ക് ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസും മതിയെന്ന്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ചായയും. സോ നമ്മുടെ മുന്നത്തെ തായ്ലൻഡ് വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ അവിടെ പോയിട്ട് ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ചായ കുടിക്കുന്നത്. സോ അത് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ക്രിസ്റ്റനാണെങ്കിൽ ഓൾ ടൈം ബിരിയാണി ഫാൻ ആയതുകൊണ്ട് ബിരിയാണി പറഞ്ഞു. എസക്കിനാണെങ്കിൽ ഞാനും. ഇപ്പോൾ ക്രിസ്റ്റൻ നേരത്തെ തന്നെ ഒരു ലൈം സോഡ പറഞ്ഞായിരുന്നു കേട്ടോ. എസക്കിൻ്റെ ഈ ഒരു ഏജിൽ അറിയാമല്ലോ, അവനെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. സോ പുള്ളിക്കാരൻ അത് ട്രൈ ചെയ്തിട്ട് വിചാരിച്ച പോലെ അത്ര അങ്ങോട്ട് അടിപൊളി ആയില്ല കേട്ടോ.
അങ്ങനെ ഇതൊക്കെ എങ്ങനെയൊക്കെയോ അത് വെച്ച് മാനേജ് ചെയ്യായിരുന്നേ. ഞാനാണെങ്കിൽ നമ്മുടെ ചായ വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് എൻ്റെ ഷെസ്വാന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. 1000 ഷെസ്വാൻ തന്നെയാണ്. ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷേ എപ്പോഴും എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇത്രയും ഈ കഴിക്കുന്നതിൻ്റെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് സിംഗപ്പൂർ വന്നിട്ട് വെയിറ്റിലും കാണൂലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഒരു ടെൻഷനുള്ളൂ കേട്ടോ. ആയിരം വേണ്ടേ? അപ്പോൾ ഒരു കാര്യം പറയച്ചത്, ഇനി നമ്മൾ ഒരിക്കലും എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല. എന്താ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യണ്ട. എന്താ നീ പറയുന്ന സാധനം ഹാഫ് ആക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും. അതെന്താ? ഇത് ഞാനും കഴിക്കണം, എൻ്റെ കഴിക്കണം, നിന്റെ കഴിക്കണം, എസക്കിൻ്റെ കഴിക്കണം. പറ്റില്ല. അതിനിപ്പോ എന്താ? ഇതിപ്പോ ഞാൻ ബ്രൂ കോഫി സോഡ രണ്ടും കൂടെ മിക്സ് ആയിട്ട് കഴിക്കുന്നു. യൂഷ്വലി ഒരു ഫുഡാണ് കേട്ടോ ഞങ്ങൾ പറയാറ്, കാരണം അത്രേ കഴിച്ച് തീർക്കുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷെസ്വാൻ കഴിക്കാനുള്ള ആഗ്രഹം കാരണം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിലൊരു 1/4 ക്രിസ്ത്യൻ കഴിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവമാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഈ ഈവനിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ സ്ട്രീറ്റ്സിലെ ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ക്രിസ്ത്യനും ഞാനും എസക്കും കൂടി ഇറ്റ് വാസ് സോ നൈസ്. ഞാൻ എപ്പോഴും പറയില്ലേ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും നമ്മുടെ ട്രിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നതെന്ന്. അങ്ങനെ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. Welcome everybody. Where? വീഡിയോയിലേക്ക് Welcome everybody to Australia. Oh, this is not Australia. This is Mount Austin in Malaysia. You can say, welcome everybody to Mount Austin. Welcome everybody to Mount Austin. Did you all like our video? We all like our video. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായോ? We all like our video. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടായോ എന്ന് ചോദിക്കാം. ഞങ്ങള് ഈ വീഡിയോ ഇഷ്ടായോ? ഇഷ്ടായോ? ഇനി അപ്പൻ്റെ അമ്മേന്റെ ഫേവറേറ്റ് ആരാ? ആരാ? Baby. ആണോ? എന്നാ ഒരു ഉമ്മ തരട്ടെ അപ്പയമ്മയും. Yes. എന്നാ അപ്പയമ്മയും ഉമ്മ തരാൻ പോണേ. ദിസ് ഈസ് വാട്ട് മേക്സ് ട്രാവൽ സോ സ്പെഷ്യൽ അല്ലേ. ഇങ്ങനെയുള്ള കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കോർണേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. എസക്കാണെങ്കിൽ മെല്ലെ ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ. ഉറക്കം വരുമ്പോഴാണ് എസക്ക് ഭയങ്കര ഹൈപ്പറായിട്ട് ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ പുള്ളിക്കാരൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. സോ ഞങ്ങൾ ആക്ച്വലി ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയാണ് വന്നത്. സോ വി ഫൗണ്ട് എ റെസ്റ്റോറൻറ്റ് കോൾ വണക്കം ഇന്ത്യ. ഞാനിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവളെന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്നുള്ളൊരു ലുക്കാണ് കേട്ടോ ക്രിസ്ത്യൻ എന്നെ നോക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുന്ന വഴിക്കാണ് കേട്ടോ സിംഗപ്പൂരിനുള്ളൊരു കപ്പിളിനെ മീറ്റ് ചെയ്തത്. അവരാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടൊരു ഫാമിലി സ്പാ ഉണ്ട്. ഇറ്റ്സ് റിയലി സേഫ്, ദ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ, എന്നാൽ പിന്നെ അവിടെ പോയാലോ. ഇങ്ങനെയുള്ള സർപ്രൈസസ് ആണ് കേട്ടോ നമുക്ക് ട്രാവൽ തരുന്നത്. ഞങ്ങളുടെ പ്ലാനിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഇത്. ബട്ട് ദെൻ വി ഗോട്ട് ടു എക്സ്പീരിയൻസ് ദിസ്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ ഐസക്കിനെ അടുത്ത് കിടത്താൻ പറ്റി. അവനെ കണ്ടുകൊണ്ട് ഓക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു റൂമായിട്ട് തന്നു. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയൊക്കെയാന്ന്. എനിക്ക് കുറച്ച് പെയിൻഫുള്ളൊക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും ഫൈനലി എൻഡ് റിസൾട്ട് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ബട്ട് ഇറ്റ്സ് ഹൈലി റെക്കമെൻഡഡ്. So after the spa, they served us this red bean soup and ginger tea.
So this was a really good experience, very soothing and so calm, and was excellent. I would definitely recommend this place again to anybody. Hello from Mount Austin. Good morning, darling. Good morning, Mama. I love you, baby. I love your power. As a baby, what is good touch and what is bad touch Nariyo? Good touch and bad touch is bad touch for me. Don't touch. Good touch is me can touch you. Where should you not touch? Bad touch ne? Here and here. Okay. Then good touch enda? Here and here. Okay. And So if somebody tries to touch you here, what are you gonna say? What are you gonna say? please stop. I don't like that. I feel uncomfortable anymore. Please no run with me personally. There's a boundary. There's a boundary. Okay, so you're gonna tell that person that that's my boundary. Please stop, right? As a baby? Yeah, you Oh. sing that song. Oh, you're gonna sing that song. Okay. Who taught you this song? Miss Irene. Is it Miss Irene ആണോ പഠിപ്പിച്ചേ? Yeah. Okay, that's so nice. ഇത് എസിക്കും ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ. എസിക് ആൻഡ് അമ്മസ് റീഡിങ് ടൈം. സോ യൂഷ്വലി ബെഡ് ടൈമിലോ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴെങ്കിലും ട്രിപ്പ് പോകുമ്പോഴൊക്കെ അവന് ബോറടിക്കാൻ തോന്നുന്ന സമയത്തോ ഒക്കെ അവനെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു തെറപ്പിയാണ് കേട്ടോ ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഐ വിൽ ആഡ് ദീസ് കൈൻഡ് ഓഫ് വീഡിയോസ് ഓൾസോ. ഇനി നമ്മൾ നമ്മുടെ ദെസാറോ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നെത്തിയ പ്ലേസ് ആണെങ്കിലും മൗണ്ട് ഓസ്റ്റിൻ വാസ് സോ ബ്യൂട്ടിഫുൾ. ഫുഡ് അടിയുടെ കാര്യം മറന്നിട്ടില്ല കേട്ടോ. സോ വി ആർ ബാക്ക് ടു ബെല്ലിഗുഡ് കഫേ ടു ട്രൈ സംതിങ് ന്യൂ ദിസ് ടൈം. ഞങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്നറിയോ? സോ ദിസ് ടൈം വി ഓർഡേർഡ് പോർക്ക് ഫ്രൈഡ് റൈസ് ആൻഡ് ദാറ്റ് വാസ് റിയലി യം. സോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോർക്ക് ഫ്രൈഡ് റൈസ്. സോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഈസ് റിയലി ഗുഡ്, ദ ഫുഡ് ഈസ് റിയലി യമ്മി ആൻഡ് ദെൻ ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് ഓൾസോ. So, we'll see you all from Desaru. That's a Desaru. Bye-bye.